ഇനി ഏകദേശം 9 മാസം ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ വൈകിപ്പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് 2027 പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ ഇന്ന് നിങ്ങളോടൊരു ഡോക്ടർ എന്ന നിലയിലും ഒരു വിശ്വാസി എന്ന നിലയിലുമാണ് സംസാരിക്കാൻ പോകുന്നത്. പലരും വിചാരിക്കുന്നത് ഹജ്ജിൻ്റെ തയ്യാറെടുപ്പ് എന്നാൽ ഫോം ഫില്ല് ചെയ്യുക, പാസ്പോർട്ട്, വിസ, പണം, ബാഗ് പാക്ക് ചെയ്യുക എന്നതാണ്. ഹജ്ജ് ഒരു സാധാരണ യാത്ര അല്ലല്ലോ. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നമ്മുടെ ആത്മാവിൻ്റെയും ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്. മിക്കവർക്കും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു മഹാസൗഭാഗ്യം. ഇനി ഏകദേശം 9 മാസം ബാക്കിയുണ്ട്. ഈ 9 മാസം ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഹജ്ജ് കൂടുതൽ ആരോഗ്യപരവും സുരക്ഷിതവും ആത്മീയമായി കൂടുതൽ ദൃഢതയുള്ളതും ആക്കാം. ആദ്യം നമുക്ക് മനസ്സിനൊന്ന് തയ്യാറാക്കണം. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കാൻ കഴിയുന്നവർക്ക് അത് അള്ളാഹുവിനോടുള്ള ഒരു കടമയാണ് എന്ന്. അപ്പോൾ ഹജ്ജ് ശരീരത്തിൻ്റെ മാത്രം യാത്രയല്ല, ഹൃദയത്തിൻ്റെയും യാത്രയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ അള്ളാഹുവിനെ കാണാൻ തയ്യാറാണോ? ഹജ്ജ് എന്നത് ദിവസങ്ങൾ കൊണ്ട് തീരുമാനിക്കുന്നതില്ല, മറിച്ച് അതിനു മുമ്പ് തന്നെ നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും ശുദ്ധീകരിച്ചെടുക്കേണ്ട ഒരു ആത്മീയ യാത്രയാണ്. ഒരു സാധാരണക്കാരന് ദൈനംദിന ജീവിതത്തിൽ വളരെ ലളിതമായി പരിശീലിക്കാൻ കഴിയുന്ന ആത്മീയ ഒരുക്കങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ നാവിനെ സജ്ജമാക്കുക. ഹജ്ജ് യാത്രയിൽ ഏറ്റവും പരീക്ഷണം നാവിനാണ്. അതായത് അനാവശ്യ സംസാരം പാടില്ല, ദേഷ്യം പാടില്ല. അതാണ് ശരിക്കും നമ്മുടെ ആത്മീയത ചോർത്തിക്കളയുന്നത്. അപ്പോൾ പരാതികളും വഴക്കുകളും ഒക്കെ ഒഴിവാക്കുക. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത്, റെസ്റ്റ്ലെസ് ആവുന്നതൊക്കെ നിർത്തുക. ഹജ്ജിൻ്റെ തിരക്കിലും ബുദ്ധിമുട്ടിലുമൊക്കെ ക്ഷമ പാലിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമത്തത്, പരദൂഷണം ഒഴിവാക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും പൂർണ്ണമായി ഇന്നു മുതൽ ഉപേക്ഷിക്കുക. നമ്മൾ സ്ത്രീകൾ വായ തുറക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, ഞാൻ ഈ വാ തുറക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ? അല്ല അത് ഉപദ്രവമായി മാറുമോ? അല്ലെങ്കിൽ അവരെ ഞങ്ങൾ വേദനിപ്പിക്കുമോ? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ വാ തുറക്കുക. അപ്പോൾ നല്ല വാക്കുകൾ ശീലമാക്കുക, പുഞ്ചിരിക്കുക. ദിക്റുകൾ കൊണ്ടും പാപമോചന പ്രാർത്ഥന കൊണ്ടും നമ്മളെ നാവിനെ എപ്പോഴും നല്ല ഈർപ്പമുള്ളതാക്കി കൊണ്ടുനടക്കുക. അടുത്തത്, കണ്ണും ചെവിയും സൂക്ഷിക്കുക എന്നാണ്. നാം എന്താണ് കാണുന്നത്, നാം എന്താണ് കേൾക്കുന്നത്, അതൊക്കെ ശുദ്ധിയുള്ളതാണോ എന്ന് തീരുമാനിക്കുക. അനാവശ്യ കാഴ്ചകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും അനാവശ്യമായ വീഡിയോകൾ, തർക്കങ്ങൾ ഇതൊക്കെ കാണുന്നത് കുറക്കുക. നല്ലത് മാത്രം കേൾക്കുക. മനസ്സിന് ശാന്തി തരുന്ന ഖുർആൻ പാരായണം, നല്ല പ്രഭാഷണങ്ങൾ, ആത്മീയ ചിന്തകൾ ഇവയൊക്കെ നമ്മൾ ശീലമാക്കുക. വീഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന് വെക്കുക. മറ്റുള്ളവരുടെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മളെ പണിയല്ല. ഓക്കെ, മനസ്സും ചിന്തകളും ശുദ്ധീകരിക്കുക. ഹജ്ജ് എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ ആവുന്ന ഒരു അനുഭവമാണ്. പണം, പദവി, അറിവ് എന്നിവയിലൊക്കെയുള്ള അഹങ്കാരം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി പൂർണ്ണമായി ലാളിത്യം കൊണ്ട് നടക്കുക. അസൂയയും മനസ്സിൽ സൂക്ഷിക്കരുത്. എല്ലാവരും നന്നാവട്ടെ എന്ന് ആലോചിക്കുക. മറ്റുള്ളവരുടെ മക്കളും നന്നാവട്ടെ, നമ്മളെ മക്കളും നന്നാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക, പ്രാർത്ഥിക്കുക. പൊങ്ങച്ചം പാടെ ഒഴിവാക്കണം കേട്ടോ. അത് ഹജ്ജിൻ്റെ കൂലി നഷ്ടപ്പെടുത്തും. ചിലരോട് നമ്മൾ 5 മിനിറ്റ് സംസാരിച്ചാൽ 4.5 മിനിറ്റും അവരെ പുകഴ്ത്തുന്നതായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഒഴിവാക്കണം. ഓക്കെ, എന്ത് തന്നെയായാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ നന്മയുള്ളതാണോ, നിങ്ങൾക്ക് ഹൃദയശുദ്ധിയുണ്ടോ, എത്ര സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വില കൽപ്പിക്കപ്പെടുക. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പണിക്ക് വരുന്ന ഒരാളുടെ കാലിൻ്റെ അടുത്തായിരിക്കും നിങ്ങളുടെ തല വെച്ച് സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്നു മുതൽ നിങ്ങൾ ഓർക്കേണ്ടത്, നീ അഹങ്കരിക്കരുത്. ആര് തന്നെയായാലും, ഇനി ഹജ്ജിന് പോകാത്തവരായാലും അഹങ്കരിക്കരുത്. മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ പകയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് എല്ലാവർക്കും മനസ്സറിഞ്ഞ് പുറത്തു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചെന്ന് അവരോട് മാപ്പ് ചോദിക്കുക. പലരും ഹജ്ജ്, ഉംറ ഇതിനൊക്കെ ഒരുങ്ങുമ്പോൾ മനസ്സ് തുറന്ന് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ സഹജീവികളോട് അനുകമ്പ കാണിക്കുക. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും മനസ്സിനെ പാകപ്പെടുത്തുക. പിന്നെ ധനവും ബന്ധങ്ങളും നന്നാക്കുക. അതായത് ഹലാലായ സമ്പാദ്യമാണ് ഹജ്ജിനായി ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.
കടങ്ങളും കടബാധ്യതകളും തീർത്തിരിക്കണം. സാമ്പത്തിക കടങ്ങൾ വീട്ടുകയോ അല്ലെങ്കിൽ അതിനുള്ള വ്യക്തമായ ഒരു വഴി കാണുകയോ ചെയ്യുക. പിന്നെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. കുടുംബക്കാരുമായും അയൽവാസികളായും തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ബന്ധം നന്നാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിൽ നമ്മൾ ഭാരമേൽപ്പിക്കുക എന്നാണ്. എല്ലാം അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക എന്നാണ്. ചില സ്ത്രീകൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വന്ന് എന്നോട് വിഷമം പറയലുണ്ട്. അതായത് ഡോക്ടറെ, എനിക്ക് പേടിയാണ്, തിരക്കിൽപ്പെട്ട് എനിക്കെന്ത് സംഭവിക്കുമോ, എൻ്റെ മോളിപ്പോൾ ഗർഭിണിയാണ്, അവളെ പ്രസവമാകുമ്പോഴത്തേക്ക് ഞാൻ വരൂലേ. എനിക്ക് അവരോട് പറയാനുള്ളത്, അയ്യോ സഹോദരിമാരെ, സംഭവിക്കാനുള്ളത് ഹജ്ജിന് പോകണമെന്നില്ല, എവിടെ വെച്ചും സംഭവിക്കാം. അതൊന്നും നിങ്ങളെ അലട്ടരുത്. മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടെന്നില്ല. അതിൽ നിങ്ങൾ സുരക്ഷാ മാർഗങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുക. പക്ഷേ ഭയം പാടില്ല. അതാണ് പറയുന്നത് തവക്കുൽ. അപ്പോൾ 2027 ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കായി 9 മാസം മുമ്പ് തന്നെ അവരുടെ ആത്മീയ യാത്ര എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഇത് നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ തന്നെ 2027 ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കായി ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, 2023 ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ ഇടുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾ കണ്ടാൽ വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.